ഓക്കെ ഓക്കെ. അപ്പൊ എന്റെ പേര് റഷീദ. ഞാൻ ചൈൽഡ് ലോൺസിനെ ആ ഒരു ഏരിയയിലേക്കാണ് ഫോക്കസ് ചെയ്ത് പോകുന്നത്. സ്വദേശം എറണാകുളമാണ്. അപ്പോൾ അന്നത്തെ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും രാവിലെ മുതൽ ഓരോരോ കാര്യങ്ങൾ ബിസിയായിട്ട് തിരിച്ചറിയല്ലേ. കുറേ സ്ട്രെസ് ഉണ്ടായിരുന്നായിരിക്കും, ഇതൊക്കെ ഉണ്ടായിരുന്നായിരിക്കും, ചിലപ്പോൾ ചിലർക്ക് റിലാക്സ്ഡ് ആയിട്ടൊക്കെ പോയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് നമുക്കൊരു ചെറിയൊരു എക്സസൈസ് ചെയ്യാം. ഈ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നതും ഞാൻ ഓഡിയബിൾ ഇല്ലേ? ഓഡിബിൾ ആണ്, പക്ഷെ ഇടയ്ക്ക് എന്തോ ബ്രേക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. പോലെ ആവുന്നുണ്ട് കേട്ടോ. അത്ര ക്ലാരിറ്റി പോരാ. സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ട്. മാക്സിമം വോളിയത്തിലാണോ ഇരിക്കുന്നത്? വോളിയം ഇച്ചിരി കുറവാ. സാരമില്ല, ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, അപ്പൊ ആക്ടിവിറ്റിയിലേക്ക് പോവാം. എല്ലാവരും റെഡി? യെസ് യെസ് വി ആർ റെഡി. നോർമലി നമ്മൾ ചെയ്യാറുള്ള ബ്രീത്തിങ് എക്സസൈസ് ആണ്, പക്ഷെ ഇവിടെ നമ്മൾ ബ്രീത്തിങ് എക്സസൈസിന് പകരമല്ല, നമ്മൾ സ്റ്റൊമക്ക് ഒരു ബലൂണായിട്ട് ഇമാജിൻ ചെയ്യാം. ഓക്കെ, നമ്മൾ ആ ഒരു ബലൂൺ ദീർഘിപ്പിക്കുക, എയർ റിലീസ് ചെയ്യുന്നത് അങ്ങനെ ഇമാജിൻ ചെയ്തുകൊണ്ട് ആ ഒരു ഇത് ഫീൽ ചെയ്തിട്ട് തന്നെ നമുക്ക് ആ ഒരു ആക്ടിവിറ്റി ചെയ്യാം. ഓക്കെ, മെല്ലെ വയറിൽ വെച്ചോട്ടോ. ബലൂണിലാണ് നമ്മൾ കൈ ചെയ്യുന്നത്. ബലൂണൊക്കെ വീർപ്പിച്ച് പൊട്ടിക്കാൻ ശ്രമിക്കരുത്. ഇച്ചിരൂടെ ഉറക്കെ പറയുവോ? റഷീദ മാം, ക്ലിയർ അല്ല, ബ്രേക്ക് ആയിട്ടാ വീഡിയോ കട്ട് ചെയ്തിട്ട് കേൾക്കുന്നത്. ഓഡിയോ മാത്രം ആക്കിയാൽ ചിലപ്പോൾ ക്ലിയർ കിട്ടും. വീഡിയോ ഓഫ് ചെയ്തിട്ടൊന്ന് പറഞ്ഞു നോക്കൂ. ഓക്കെ, ക്ലിയർ ആണോ? പറഞ്ഞോളൂ, നോക്കട്ടെ. ഓക്കെ, അപ്പൊ എല്ലാരും പയ്യെ കണ്ണടിച്ചോളൂ. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വയറൊരു ബലൂണായിട്ട് സങ്കല്പിക്കാം. മൂക്കിലൂടെ എയർ ഫില്ല് ചെയ്യണം, വായിലൂടെ എയർ റിലീസ് ചെയ്യണം. ഓക്കെ, അപ്പൊ എല്ലാവരും കൈയൊന്ന് വയറിൽ വെച്ചോ. ബലൂണാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് വയറിൽ വെക്കുക. ആരും അമിതമായി പ്രഷർ കൊടുത്തൊന്നും പൊട്ടിക്കരുത് കേട്ടോ. ഓക്കെ, ബ്രീത്ത് ഇൻ ചെയ്തോളുക മൂക്കിലൂടെ, then release, breathe in, release, വായിലൂടെ തന്നെ റിലീസ് ചെയ്യണേ. ബ്രീത്ത് ഇൻ, റിലീസ്, ഫീൽ ചെയ്യണം കേട്ടോ ബലൂണിന്. ബ്രീത്ത് ഇൻ, റിലീസ്, ബ്രീത്ത് ഇൻ, റിലീസ്. ഓക്കെ, എല്ലാവരും ഒന്ന് റിലാക്സ്ഡ് ആയി വിശ്വസിക്കുന്നു. എന്റെ വോയിസ് ഇപ്പൊ ക്ലിയർ ആണോ? ബെറ്ററാ, പക്ഷെ കുഴപ്പമില്ല. നേരത്തെക്കാളും ഓക്കെയാണ്. അതാ അപ്പൊ നമുക്ക് ഇതിൽ കണ്ടിന്യൂ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പൊ ടോപ്പിക്കിലേക്ക് പോയാൽ നമുക്ക്. യെസ്, ഗോ അഹെഡ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്, ഞാൻ ചൂസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് അഡിക്ഷൻ ആണ്. ഇന്ന് സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് അഡിക്ഷൻ. എല്ലാവരും ന്യൂസിലൊക്കെ കാണുന്നില്ലേ അഡിക്ഷന്റെ പ്രശ്നങ്ങളൊക്കെ? ഒത്തിരി ഇപ്പൊ നമ്മുടെ പ്രായഭേദമന്യേ അല്ലെങ്കിൽ പ്രായോ അല്ലെങ്കിൽ ജെൻഡറോ ഇതൊന്നും പ്രശ്നമല്ലാത്ത രീതിയിലാണ് അഡിക്ഷൻ എല്ലാരും ബാധിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പൊ ഈ ഒരു ടോപ്പിക് ചൂസ് ചെയ്യാനുള്ള റീസൺ അത് തന്നെയാണ്. ഈ സെക്കൻഡ് എന്നത് എന്താണ് അഡിക്ഷൻ എന്ന് പറയുന്നത്, ഈ കൈൻഡ് ഓഫ് അഡിക്ഷൻ പറയുന്നത്, അതെങ്ങനെ അഫക്ട് ചെയ്യും, നമ്മുടെ ബോഡിനെ എങ്ങനെ ബാധിക്കുന്നു, എന്തൊക്കെ പ്രൊഫഷണൽ സപ്പോർട്ട് നമുക്ക് ഇതിന് എടുക്കാം എന്നാണ് ഈ ഒരു സെഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, ഗോ അഹെഡ്. ഓക്കെ,
എന്താണ് അഡിക്ഷൻ? നമ്മൾ അഡിക്ഷൻ കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടന അഡിക്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ക്രോണിക് റിലാക്സിങ് ഡിസീസ് എന്നാണ്. അതായത് നിർത്താൻ കഴിയാത്ത വിട്ടുമാറാത്ത അവസ്ഥ എന്നാണ് പറയപ്പെടുന്നത്. ഒരു വ്യക്തിയുടെ ബ്രെയിനിനെയും ബിഹേവിയറിനെയും വിട്ടുമാറാത്ത ഒരു ക്രോണിക് ഡിസീസ് ആണ് പോലെ ഒരു വ്യക്തിയുടെ ബ്രെയിനിനെയും ബിഹേവിയറിനെയും ബാധിക്കുന്നു. ആ വ്യക്തിക്ക് അറിയാം ഇത് എന്നെ ഹാം ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ പോലും ആ ഒരു ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ ആ ഒരു സബ്സ്റ്റൻസ് എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഞാൻ വീഡിയോ ഓൺ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ചെറിയ ഇൻവെസ്റ്റേഴ്സ് വേണം കേട്ടോ. പക്ഷെ ഇന്നത്തെ റഷീദ മാം ഐ ഡോണ്ട് ഫീൽ ഭയങ്കര ബ്രേക്ക് ആയിട്ടാണ്. എവറി വേർഡ് ഇസ് ഹേർഡ് ആസ് 3 words. എനിക്ക് മാത്രമാണോ അങ്ങനെ? ഇല്ല, ക്ലാരിറ്റി ഇല്ല, ബ്രേക്ക് ആയിട്ട് തന്നെ വരുന്നത്. ഒന്നും കണ്ടിന്യൂറ്റി ഇല്ലാണ്ട് വരുന്നു. ആണല്ലേ? ഫോളോ ചെയ്യും. മാം ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നോർമൽ ആയിട്ട് സംസാരിക്കോ? ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ. ആക്ച്വലി എന്റെ ലാപ്പിന്റെ സ്പീക്കറിനെ കുറിച്ച് ചെറിയ പ്രശ്നമുണ്ട്. അപ്പൊ അതാണ് ഞാൻ ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. അറിയാലോ. ഞാനൊന്ന് ഹെഡ്സെറ്റ് ബട്ട് നമ്മൾ ക്ലാസ്സിൽ കുഴപ്പമുണ്ടാവാറില്ലല്ലോ. യൂഷ്വലി വെൻ യു കം ഫോർ ദ ക്ലാസ്. ഫോണിലാണ് യൂസ് ചെയ്യല്, ഫോണിലെ കയറല്. Why don't you connect ഫോണിൽ in a കണക്ട് phone? ചെയ്തില്ലേ? ഫോണിൽ കയറും, ഫോണിൽ കയറും. Because ഞാനപ്പോ ഇങ്ങനെ കേട്ടിട്ട് എന്തായാലും വീഡിയോ ഓഫ് ആക്കാം. കാരണം ഓക്കെ കാരണം ഇങ്ങനെ കേൾക്കാൻ നമുക്കും അധിക നേരം പറ്റില്ല. ഇറ്റ് ഇസ് വെരി ടഫ്. സ്ട്രെയിൻ ചെയ്ത് നമ്മൾ മനസ്സിലാക്കി എടുക്കണമെങ്കിൽ നമ്മൾ സ്ട്രെയിൻ ചെയ്തിരിക്കണേ. ഒന്നും ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഇതിന്ന് എക്സിറ്റ് ചെയ്യാതെ മറ്റേടത്ത് കയറിയ എക്കോ വരും. എക്സിറ്റ് അടിക്കട്ടെ. Poor thing, actually it was Chandra ma'am's class today, but മാമിന് ഒന്നും എടുക്കാൻ പറ്റാത്തോണ്ട് റഷീദ came and jumped in. മാം ഞാൻ എടുക്കാന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ദീസ് തിങ്സ് ഹാപ്പൻ, എന്ത് ചെയ്യാനൊക്കെ. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോവുകയാണല്ലോ. സോ ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് കമന്റബിൾ. Yes. So let's see if she can join and take the class. ഞാനും ഹസീന മാം കേറുന്നില്ല ഞാൻ റെക്കോർഡൊന്നും ഓൺ ചെയ്തില്ല. ഞാൻ എടുത്തു പോയി. പിന്നെയാണ് ക്ലിക്ക് ആയത്. ഇവിടെ ഒരു ഐക്കൺ ഇല്ലല്ലോ ഓൺ ദ സ്ക്രീൻ. മാം ക്ലിയർ അല്ലേ? ജോയിൻ ചെയ്തോ? വോയിസ് ജോയിൻ ചെയ്തു. ഇപ്പൊ വോയിസ് എങ്ങനെയുണ്ട്? ഇപ്പൊ വോയിസ് കേൾക്കാം. അപ്പൊ ഞാൻ ക്യാമറ പൊസിഷൻ ഒന്നും ഓക്കെ, ഞാൻ എന്തായാലും വീഡിയോ ഓഫ് ചെയ്ത് തന്നെ വെക്കാം. ക്യാമറ പൊസിഷൻ ഒന്നും സെറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല. ഇപ്പൊ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്, പറഞ്ഞോളൂ. അഡിക്ഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അഡിക്ഷന്റെ ഡെഫിനിഷൻ WHO പറഞ്ഞത് ക്രോണിക് റിലാക്സിങ് ഡിസീസ് എന്നാണ്. അതായത് നിർത്താൻ കഴിയാത്ത ഒരു വിട്ടുമാറാത്ത രോഗാവസ്ഥ എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് ഒരു വ്യക്തിയുടെ ബ്രെയിനിനെയും ബിഹേവിയറിനെയൊക്കെ സ്വഭാവത്തെയും തലച്ചോറിനെയൊക്കെ ബാധിക്കുന്നുണ്ട്. ഒരു വ്യക്തിക്ക് അറിയാം, ആ വ്യക്തിക്ക് അറിയാം എന്നെ ഇത് ഹാം ചെയ്യുന്നുണ്ട്, ഈ ഒരു സബ്സ്റ്റൻസ് ബിഹേവിയർ, സബ്സ്റ്റൻസ് ഇൻടേക്കിന്റെയും അല്ലെങ്കിൽ ആ ഒരു അഡിക്ഷൻ ആക്ടിവിറ്റി ഒക്കെ എന്നെ ഹാം ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും അയാൾക്ക് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇത് നമ്മൾ ഒരു വ്യക്തിയുടെ സ്വഭാവ ദൂഷ്യം എന്നതിലുപരിയായിട്ട് ഇതിന് തലച്ചോറിന് ബാധിക്കുന്ന വിട്ടുമാറാത്ത രോഗമായിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. ഒരു ദീർഘകാലം നീണ്ടു നിൽക്കുന്നതാണിത്. ലഹരി നിർത്തിയാലും തലച്ചോറിൽ വന്നേക്കുന്ന ഡാമേജ് ഒക്കെ തിരിച്ച് റിക്കവർ ആയി വരാൻ ഒത്തിരി ടൈം എടുക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഇതൊരു ക്രോണിക് ഡിസീസ് എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ റിലാക്സിംഗ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ചികിത്സ ചെയ്ത് മാറ്റിയാലും ഇത് തിരിച്ചു വരാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം അഡിക്ഷന്റെ ഒരു സ്വഭാവമാണ് റിലാക്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ
തലച്ചോറിനെ ഇത് നേരിട്ട് ബാധിക്കും. എങ്ങനെയൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ചിന്താശേഷിയെയും അയാളുടെ സ്വഭാവത്തെയും പിന്നെ നിയന്ത്രിക്കാനുള്ള ശേഷിയിലൊക്കെ ഇത് മാറ്റങ്ങൾ കൊണ്ടുവരും. ആദ്യമൊക്കെ ആളുകൾ തുടക്കത്തിൽ ചിലപ്പോൾ പല റീസൺസ് കൊണ്ടായിരിക്കും ഇത് യൂസ് ചെയ്യുന്നത്. നിയന്ത്രിക്കാൻ പറ്റും, എനിക്കിത് ഇതിനെ എഫക്ട് ചെയ്യില്ല എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ഒരു തമാശ രൂപേണയൊക്കെ ഇതൊക്കെ ട്രൈ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. പക്ഷെ കാലക്രമേണ ഇതിന്റെ ഒരു കൺട്രോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോകും. അത് ഇപ്പൊ സബ്സ്റ്റൻസ് ആയിക്കോട്ടെ, എന്തെങ്കിലും ബിഹേവിയർ അഡിക്ഷൻ ആയിക്കോട്ടെ, ആളുടെ നിയന്ത്രണത്തിൽ നിന്ന് ഇത് പോകും. അപ്പൊ കൂടുതലായിട്ട് അയാൾക്ക് കൂടുതൽ അയാളുടെ പേഴ്സണൽ ലൈഫിനെയൊക്കെ ഇത് ബാധിക്കും. അതായത് അയാളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുന്നു, അയാള് പേഴ്സണൽ ലൈഫിൽ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിലൊക്കെ ഇത് ബാധിക്കും. അപ്പൊ സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കുന്ന കാലം ഇത് എന്താ പറയാ ഒരു അഡിക്ഷനിലോട്ട് പോവുകയും ഇതിനൊരു ദീർഘകാല ട്രീറ്റ്മെന്റ് ആവശ്യമായി വരേണ്ട ഒരു അവസ്ഥയും കൂടിയാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ കുറെ നാൾ മുമ്പൊക്കെ നമ്മൾ കേട്ടിരുന്ന അഡിക്ഷൻസ് എന്തൊക്കെയാണ്? നമ്മൾ കോമൺ ആയിട്ട് കേട്ടിരുന്ന അഡിക്ഷൻസ് എന്തൊക്കെയായിരുന്നു? ആൽക്കഹോൾ എപ്പോഴും ആരെങ്കിലും ഉണ്ടായിരുന്നു. പറയും. ഓക്കെ താങ്ക് യു സോ മച്ച്. അഡിക്ഷൻ എല്ലാത്തിലും ഉണ്ടല്ലോ. പിന്നെ വേറെ എന്തൊക്കെ കേട്ടിട്ടുണ്ട്? ഡ്രഗ്സ് അങ്ങനെ അല്ലാതെ നമ്മൾ കോമൺ ആയിട്ട് കുറെ കാര്യങ്ങൾ കേൾക്കും. ഇതിനു മുമ്പ് കുറെ നാളുകൾക്ക് പുറകിലോട്ട് പോയാൽ നമ്മൾ കൂടുതലായിട്ട് കേട്ടിരുന്ന അഡിക്ഷൻസ് എന്തൊക്കെയായിരുന്നു? ഇതാണ് ആൽക്കഹോൾ ഉണ്ട്, ഇപ്പൊ ആൽക്കഹോൾ പറഞ്ഞു, ഡ്രഗ്സ്, പിന്നെ ഡ്രഗ്സ്, കഞ്ചാവ് ഒക്കെ പണ്ടേ ഉണ്ടല്ലോ. ഡ്രഗ്സ് ഒക്കെ നമുക്ക് കഞ്ചാവ്, ഫുഡ് അഡിക്ഷൻ, വ്യക്തികളിൽ അഡിക്ഷൻ, ഫോൺ അഡിക്ഷൻ. ഫുഡ് അഡിക്ഷൻ. താങ്ക് യു സോ മച്ച് സർ, താങ്ക് യു സോ മച്ച്. അപ്പൊ മെയിൻലി ഇതിന് രണ്ട് ടൈപ്പാണ്. മാഡം, അഡിക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഈ ബാഡ് ആയിട്ടുള്ളതല്ല, പോസിറ്റീവ് ആയിട്ടുള്ളതും അഡിക്ഷൻ ആയിട്ടുള്ളത് പലതും. ഇപ്പൊ തന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് അതിലേക്ക് വരാം സാർ, നമുക്ക് പിന്നീട് അതിലേക്ക് വരാം. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ, അപ്പൊ റെസ്പോൺസ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. അപ്പൊ മെയിൻലി 2 ടൈപ്സ് ആണ് നമ്മൾ ഇതിൽ പറയുന്നത്: സബ്സ്റ്റൻസ് അഡിക്ഷനും ബിഹേവിയറൽ അഡിക്ഷനും. സബ്സ്റ്റൻസ് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻസ് ഓൺ കെമിക്കൽസ്. അപ്പൊ അതിലാണ് ഈ ആൽക്കഹോൾ, നിക്കോട്ടിൻ, പിന്നെ ഇപ്പൊ നമ്മൾ പറയുന്ന ഈ കഞ്ചാവ്, സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ, MDMA ഒക്കെ നമ്മൾ കേൾക്കുന്നില്ലേ ഇപ്പോ. അപ്പൊ ഇതെല്ലാം സബ്സ്റ്റൻസ് അഡിക്ഷനിൽ വരുന്നതാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ബിഹേവിയറൽ അഡിക്ഷൻ. അതാണ് കമ്പൽഷൻ ടുവേർഡ്സ് ആൻ ആക്ടിവിറ്റി. അതായത് നമുക്ക് ഈ ഗെയിമിങ്, ഫോൺ അഡിക്ഷൻ, ഷോപ്പിംഗ്, മൊബൈൽ, ഇതെല്ലാം ഈ ബിഹേവിയറൽ അഡിക്ഷനിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ 2 ടൈപ്പ് ഓഫ് അഡിക്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു? ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യോ? സബ്സ്റ്റൻസ് അഡിക്ഷനും ബിഹേവിയർ അഡിക്ഷനും. താങ്ക് യു സോ മച്ച്. ഓക്കെ, എനിക്ക് വീഡിയോ ഓൺ ആക്കാത്തതുകൊണ്ട് നിങ്ങളുടെ റെസ്പോൺസസ് അപ്പൊ വേണം കേട്ടോ. ഓക്കെ, എന്തോ മാം, അംബിക മാം എന്താ പറഞ്ഞ? അല്ല, ഇനി ചിലപ്പോ ഫോണിൽ കയറിയത് കൊണ്ട് ചിലപ്പോ ഓണാക്കിയാലും പ്രശ്നം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നിയതാണ്. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, നമ്മൾ അഡിക്ഷൻ എന്താണ് ഡിഫൈൻ ചെയ്തു, ടൈപ്സ് ഓഫ് അഡിക്ഷൻസ് നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിനെ ഡാമേജ് ആക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അതായത് ആദ്യം നമുക്ക് ബ്രെയിൻ എന്താന്ന് പറയാം. ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹ്യൂമൻ ബോഡീനെ കൺട്രോൾ ചെയ്യുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. നമ്മുടെ ഫിസിയോളജിക്കൽ ഫങ്ഷൻസും കോഗ്നിറ്റീവ് എബിലിറ്റീസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ബ്രീത്തിങ്, മൂവ്മെന്റ്സ്, തിങ്കിങ് എന്ന് വേണ്ട എല്ലാ ബാലൻസ് എന്ന് വേണ്ട എല്ലാ ഏരിയാസും നമ്മുടെ ബ്രെയിൻ ആണല്ലോ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലേ? അപ്പൊ ഈ ബ്രെയിനിൽ ബില്യൺസ് ഓഫ് ന്യൂറോൺസ് ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഏകദേശം 86 to 100 ബില്യൺസ് ഓഫ് ന്യൂറോൺസ് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടെന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഡിഫറെന്റ് ബോഡി പാർട്സിൽ നിന്നും ബ്രെയിനിലേക്ക് മെസ്സേജസ്, സിഗ്നൽസ് സെൻഡ് ചെയ്യുന്നത്, റിസീവ് ചെയ്യുന്നത്, പ്രോസസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബ്രെയിനിനെ എങ്ങനെയാണ് ഇത് പ്രൊട്ടക്ട് ചെയ്തേക്കുന്നത്? നാച്ചുറലി എങ്ങനെ പ്രൊട്ടക്ട് ചെയ്തേക്കുന്നത്? സ്കള്ള് വെച്ചിട്ടാണ്. ഈ സ്കള്ളിന്റെ ഉള്ളിൽ വീണ്ടും അതിന് ബ്രെയിനിന്
സോറി, ഇല്ല, കണ്ടിന്യൂ ഓൺ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. ഇല്ല ഓക്കെ ഇല്ല ഓക്കെ, താങ്ക് യു മാം. അപ്പൊ ഈ സ്കള്ളിനകത്ത് ആണ് നമ്മുടെ ബ്രെയിനിനെ വെച്ചിരിക്കുന്നത്. അതിൽ നിന്നും മറ്റ് എക്സ്റ്റേണൽ ഡാമേജസും, അതായത് എക്സ്റ്റേണൽ എന്താ മറ്റ് ഡാമേജസിൽ നിന്നൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡും കൂടി നാച്ചുറലി ഈ ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇത്രയും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്രെയിനെയാണ് നമ്മൾ ഈ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ബിഹേവിയറൽ അഡിക്ഷൻ ത്രൂ ഡാമേജ് ആക്കുന്നത്. മനസ്സിലായോ? എങ്ങനെയാണ് ഡാമേജ് ആവുന്നത്? അതായത് സബ്സ്റ്റൻസ് അബ്യൂസ് ആയിക്കോട്ടെ, സബ്സ്റ്റൻസ് ഇൻടേക്ക് ആയിക്കോട്ടെ, ബിഹേവിയറൽ അഡിക്ഷൻ കൊണ്ടൊക്കെ നോർമലി നമ്മുടെ ഓക്കെ, ഞാൻ ചോദിക്കുകയാണ്, എന്തൊക്കെ ഹോർമോൺസിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്? മെയിൻലി നമുക്ക് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഹോർമോൺസ് ഏതൊക്കെയാണ്? ഡോപ്പമിൻ, സെറോട്ടോണിൻ, ഓക്സിറ്റോസിൻ, എൻഡോർഫിൻ. ഓക്കെ ഓക്കെ, താങ്ക് യു മാം. അപ്പൊ നമ്മൾ പല ആക്ടിവിറ്റീസ് ചെയ്യുന്നത് ത്രൂ നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ ബ്രെയിനിൽ നാച്ചുറലി ഈ കെമിക്കൽസ് ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്, അല്ലേ മാം? അതെ അതെ. അപ്പൊ നാച്ചുറലി നമ്മളിപ്പോ ഫുഡ് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ ഇന്ററാക്ഷൻ ത്രൂ ഒക്കെ നമുക്ക് ഈ ഒരു ഡോപ്പമിന്റെ പ്രൊഡക്ഷൻ ഉണ്ട്. നാച്ചുറൽ രീതിയിൽ നമ്മുടെ ബ്രെയിനിൽ ഈ ഒരു പ്രൊഡക്ഷൻ സംഭവിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ സബ്സ്റ്റൻസ് ഒക്കെ ഇൻടേക്ക് എടുക്കുമ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യുന്നതിലും ഒരു 10 ഇരട്ടിയായിട്ട് ഇത് അമിതമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അതുമൂലം എന്താ സംഭവിക്കുക? നമുക്ക് ഈ നാച്ചുറലി ഉണ്ടാവുന്ന കാര്യങ്ങളിൽ ഈ ഡോപ്പമിന്റെ അളവിനേൽ കൂടുതൽ നമ്മുടെ ബോഡി ആവശ്യപ്പെടും. അതായത് നമുക്ക് ഈ തലച്ചോറിൽ ഉണ്ടാവുന്ന സോറി അമിഗ്ഡാല, അതുപോലെ തന്നെ നമ്മുടെ ഓർമ്മേനൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ഇതിനോടൊക്കെ ലഹരി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റൂല എന്നുള്ള രീതിയിൽ നമ്മുടെ ബ്രെയിൻ തെറ്റായ സന്ദേശം നൽകുന്നു. അപ്പൊ നമ്മുടെ ബ്രെയിൻ എന്താ ഡോപ്പമിൻ ആ ഒരു നാച്ചുറൽ പ്രോസസ്സിലൂടെ ഡോപ്പമിൻ നമുക്ക് ആവശ്യമല്ലാതെ വരും. അപ്പൊ ഈ ഒരു അമിതമായ ഈ അഡിക്ഷൻ മൂലം ഉണ്ടാവുമ്പോൾ ഡോപ്പമിന്റെ റിസപ്റ്റേഴ്സ് ഉണ്ട്, സ്വീകരണികൾ എന്ന് പറയും, അതിന് ഡാമേജ് ആക്കും. ആക്കുമ്പോൾ നമ്മുടെ എൻ്റെ റിവാർഡ് സിസ്റ്റത്തിനെ തന്നെ ഡാമേജ് ആക്കുന്നു. അത് ത്രൂ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും നമുക്ക് ഈ ഒരു സബ്സ്റ്റൻസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താൽ മാത്രമേ സന്തോഷം ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറും. മനസ്സിലായോ? മനസ്സിലായി. ഡോപ്പമിൻ ഓവർഫ്ലോ ചെയ്ത് നമ്മുടെ ആ ഒരു നാച്ചുറൽ പ്രോസസ്സിന് ഡാമേജ് ആക്കി നമുക്ക് വീണ്ടും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥ വരും. അതാണ് ഇതിൽ പറയുന്നത് ബ്രെയിനിൽ സംഭവിക്കുന്നത്. ഈ ഒരു എന്താ പറയാ, നമ്മൾ ഈ അഡിക്ഷൻ മൂലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ തലച്ചോറിലെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ഉണ്ട്. അതായത് നമ്മുടെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ഭാഗമാണ്. അതിനെ വീക്കൻ ചെയ്യുകയും നമുക്കൊരു തീരുമാനങ്ങൾ എടുക്കാൻ കഴിവില്ലാതെ വരികയും വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാതെ വരും. ഓർമ്മശക്തിനെയൊക്കെ ഇതുമൂലം ബാധിക്കും. ഓക്കെ, അപ്പൊ ആളുകൾക്ക് ലഹരി നിർത്തണമെന്ന് അല്ലെങ്കിൽ അഡിക്ഷൻ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ പോലും അവർക്ക് അത് സാധിക്കാതെ വരും. കാരണം ബ്രെയിനിൽ ഈ രീതിയിലേക്ക് മാറ്റപ്പെട്ട് കഴിഞ്ഞത് കൊണ്ടാണ് ആളുകൾക്ക് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. മനസ്സിലായോ? എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നല്ലൊരു പൂന്തോട്ടം. അപ്പൊ നാച്ചുറലി ആ പൂന്തോട്ടക്കാരൻ ഇന്നും ആവശ്യമായ വെള്ളമൊക്കെ ഒഴിച്ച് പരിപാലിച്ച് നല്ല പുഷ്പിച്ചൊക്കെ കൊണ്ടുനടക്കുന്ന പൂന്തോട്ടത്തിൽ എന്താ ഒരാൾ വന്ന് അമിതമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് സ്നേഹം കൂടി കൊടുക്കുകയാണ്. അപ്പൊ പിന്നീട് ആ ചെടികൾക്ക് അത്രയും വെള്ളം തന്നെ വേണം എന്നുള്ള ഒരു അവസ്ഥ വരും. പക്ഷെ എന്നാൽ അവരുടെ നിലനിൽപ്പിന് അത്രയും വെള്ളം ആവശ്യമില്ല, അവരെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ, കണ്ടീഷൻ. ഫോർ എക്സാമ്പിൾ ഞാൻ വെറുതെ ഒരു സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞെന്നുള്ളൂ. ഓക്കെ ക്ലിയർ. ഓക്കെ, ഇനി ലഹരി ഉപയോഗത്തിൽ വരുമ്പോൾ വിഡ്രോവൽ സിംറ്റംസ് ആണ് ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയും. കാരണം ഇവർ ഉപയോഗിച്ച് ഇത് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിർത്തുമ്പോൾ തലച്ചോറിൽ ഹോർമോണൽ ഇംബാലൻസുകൾ ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് അമിതമായ ഉറക്കം വരാം. ഓരോ വ്യക്തിയിലും യുണീക്ക് ആയിട്ടാണ്. പല വ്യക്തികളിലും നമ്മൾ കണ്ടത് വെച്ചിട്ട് പല വ്യക്തികളും പല രീതിയിലാണ് വിഡ്രോവൽ സിംറ്റംസ് കണ്ടിരിക്കുന്നത്. ചിലർ അമിതമായിട്ട് ഉറങ്ങും,
ചിലർ അമിതമായി എന്താ പറയാ ഭക്ഷണം കഴിക്കും, ചിലർക്കാണെങ്കിൽ ആങ്സൈറ്റി ഡിപ്രഷനൊക്കെ പോലെ കാണിക്കും, ദേഷ്യമൊക്കെ കാണിക്കും. അപ്പൊ വിഡ്രോവൽ സിംറ്റംസ് പല രീതിയിലാണ്. അപ്പൊ ആ ഒരു ഇതിനെ അവർക്ക് ഓവർകം ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് വീണ്ടും ഇവര് ഈ പറഞ്ഞ സബ്സ്റ്റൻസിലോട്ടോ അല്ലെങ്കിൽ ഈ അഡിക്ഷനിലോട്ടോ പോയി വീണ്ടും ചെന്നെത്തപ്പെടുന്നത്. സ്റ്റോപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചാലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ ബോഡി അല്ലെങ്കിൽ ബ്രെയിൻ അതിന് സമ്മതിക്കാത്ത ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു. അതാണ് അഡിക്ഷന്റെ പ്രശ്നം. ഇപ്പൊ നോർമലി നമ്മളിപ്പോ സബ്സ്റ്റൻസ് അഡിക്ഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. കാരണം ഇൻടേക്ക് എടുക്കുമ്പോൾ ബ്രെയിനിനെ എങ്ങനെ ഡാമേജ് ആക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നു. കുറച്ചും കൂടി വിസിബിൾ ആണ്. എല്ലാവരും കൂടുതലും നോക്കിക്കാണുന്നതും അറിയുന്നതൊക്കെ ഈ സബ്സ്റ്റൻസ് അഡിക്ഷനെ കുറിച്ചാണ്. ബിഹേവിയർ അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ സമാനമായ ഡാമേജസ് തന്നെയാണ് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാക്കുന്നത്. രണ്ടും ഒരുപോലെ തന്നെ റിവാർഡിങ് സിസ്റ്റത്തിനെയൊക്കെ അഫക്ട് ചെയ്യും. അപ്പൊ ഡോപ്പമിനെ ഒക്കെ ഒരുപോലെ തന്നെയാണ് ഓവർഫ്ലോ ചെയ്യുന്നതും ഒരേ പ്രൊസീജിയർ തന്നെ. അപ്പൊ നമ്മൾ വിചാരിക്കും ഓക്കെ മറ്റേത് സബ്സ്റ്റൻസ് ഇൻടേക്ക് കൊണ്ട് വരുന്നതാണല്ലോ. പക്ഷേ ഈ നമ്മൾ ഈ മൊബൈൽ അഡിക്ഷൻ ആയിക്കോട്ടെ മറ്റ് ബിഹേവിയറൽ അഡിക്ഷൻസിന്റെ കാര്യം പറഞ്ഞാലും സെയിം തന്നെ പ്രൊസീജിയർ ആണ് ബ്രെയിനിൽ നടക്കുന്നത്. അപ്പൊ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പൊ ഈ ഗെയിമിങ്ങിലൊക്കെ അഡിക്ഷൻ വരുന്ന കുട്ടികൾ കൂടുതൽ നേരം കളിച്ചാൽ മാത്രമേ അവരെ അത് സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. അപ്പൊ അവർ കൂടുതൽ അതിലേക്ക് ഇൻവോൾവ് ആയിട്ടിരിക്കുന്നത് അവർക്ക് ആ ഒരു അവരുടെ റേഞ്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഫസ്റ്റ് കിട്ടിയ ലെവൽ ഓഫ് ഹാപ്പിനെസ് അല്ല നെക്സ്റ്റ് ലെവൽ അവർക്ക് കിട്ടുന്നത്. അപ്പൊ കൂടുതൽ അത് കിട്ടാൻ വേണ്ടി അവർ അതിലും കൂടുതൽ ടൈം അതിൽ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിനെയൊക്കെ ദുർബലമാക്കുന്നതും സെയിം തന്നെയാണ് ഈ ബിഹേവിയറൽ അഡിക്ഷനിൽ വരുന്നത്. പിന്നെ ബിഹേവിയറൽ അഡിക്ഷൻ പലപ്പോഴും ക്ലിനിക്കൽ പ്രശ്നമായിട്ട് തിരിച്ചറിയാൻ വൈകാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ബിഹേവിയറൽ അഡിക്ഷൻസ് പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാറ് കുട്ടികൾക്ക് അഡിക്ഷൻ ആയതിനു ശേഷം മാത്രം, ഫോൺ അഡിക്ഷൻ ആയതിനു ശേഷം മാത്രമാണ് പാരന്റ്സ് അറിയുന്നത് കുട്ടിക്ക് ഓക്കെ ഫോൺ അഡിക്ഷൻ ആണെന്ന്. അത് എന്തുകൊണ്ടാണെന്നൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാനുണ്ടോ? ഫോണിൽ അവർ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാകാതിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ പഠിക്കുക എന്നൊക്കെ പറയുമ്പം ഗെയിമൊക്കെ കളിക്കുവാണോ നമ്മൾ മനസ്സിലാക്കാതെ വരും. മാം ഈ നോമോഫോബിയ എന്ന് പറയും മൊബൈലിന്റെ അഡിക്ഷൻ. അപ്പം അത് ഈ ഒന്നാമത് ഇപ്പൊ ഈ റീൽസ് ഉണ്ടല്ലേ, റീൽസിന് അഡിക്ഷൻ ആവുന്നത് ഈ ഡോപ്പാമിൻ കൂടുതൽ വരുന്നുണ്ട്. അപ്പൊ അവർക്ക് മറ്റു വിഷാദമൊക്കെ വരും. അതുകൊണ്ടാണ് ഇപ്പൊ എവിടെയെങ്കിലും ബസ് കാത്ത് നിൽക്കുമ്പം ബസ് വന്നില്ലെങ്കിൽ ഉടനെ എന്ത് ചെയ്യും, ഈ മൊബൈൽ എടുത്ത് റീൽസ് കാണും. അപ്പൊ ഈ റീൽസ് എന്ന് പറഞ്ഞ ഒരു അഡിക്ഷൻ ആണ്. അപ്പൊ അത് ഡോപ്പാമിൻ ഓവർ ആവും. അതുകൊണ്ടാണ് ഇതിങ്ങനെ അഡിക്ഷൻ ആയി പോകുന്നത്. ഡോപ്പാമിൻ കൂടുതലായി കഴിഞ്ഞാൽ നോർമൽ ലെവലിൽ അല്ലാതെ ഡോപ്പാമിൻ വന്നു കഴിഞ്ഞാൽ അപകടം. താങ്ക് യു. ഓക്കെ താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അതായത് നമ്മൾ മറ്റേ സബ്സ്റ്റൻസ് അബ്യൂസ് പോലെ നമ്മൾ ഇത് നോട്ടീസ് ചെയ്യപ്പെടുന്നതിന്റെ കാരണം മദ്യപാനം, മയക്കുമരുന്ന് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഒരു തെറ്റായതായിട്ട് കാണുകയും ഫോൺ ഉപയോഗം അതായത് ഇന്റർനെറ്റിന്റെ ഒക്കെ ഉപയോഗം അത് മോശമായിട്ട് ആരും കാണുന്നില്ല. അത് അഡിക്ഷനിലോട്ട് എത്തുമ്പോഴാണ് വീട്ടുകാർ തന്നെ അറിയുന്നത് പലപ്പോഴും. അപ്പൊ ലഹരി മരുന്ന് വാങ്ങുന്നതിനൊക്കെ നിയന്ത്രണം ഉണ്ടെങ്കിൽ ഫോണ് അല്ലെങ്കിൽ ഇന്റർനെറ്റിനൊക്കെ നമുക്ക് നിയന്ത്രണം വെക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതിനൊരു നിയന്ത്രണം ശരിക്കും ഇല്ല. കുട്ടികൾ എത്ര ടൈം കാണുന്നു, എന്ത് കാണുന്നു, പഠിക്കുകയാണെന്ന് വിചാരിച്ച് കുട്ടികൾക്ക് ആ ഒരു ടൈം അലോ ചെയ്ത് കൊടുക്കുമ്പോൾ അവർ അഡിക്ഷനിലേക്ക് പോകുന്നത് അറിയില്ല. റീസെന്റ് ഒരു കേസ് ഡിസ്കഷനിൽ വന്നതാണ്. ഒരു പെൺകുട്ടി ഹൈസ്കൂളിൽ പഠിക്കുന്നതാണ്. ആ കുട്ടി അഡിക്ഷനായി. അപ്പൊ അഡിക്ഷനായപ്പോ ഇവര് എവിടെ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയപ്പോ തന്നെ സ്റ്റോപ്പ് ചെയ്തോളാൻ പറഞ്ഞു. ഈ സ്റ്റോപ്പ് ചെയ്ത് പെട്ടെന്ന് ആ കുട്ടിക്ക് എത്ര നാൾ കിട്ടിയിരുന്ന ആ ഒരു കാര്യം കിട്ടാതെ വന്നപ്പോ ആ കുട്ടിക്ക് എന്താണ് ബിഹേവിയറൽ ഇഷ്യൂസ് ആണ്. ഭയങ്കര അഗ്രസീവായി, വീട്ടില് സാധനങ്ങൾ പൊട്ടിക്കലായി, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. പിന്നെ പ്രോപ്പർ ആയിട്ട് ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോവുകയും അതിന് വേണ്ടിയിട്ടുള്ള മെഡിക്കേഷനും പിന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സപ്പോർട്ടോടെ ഒക്കെ ഉള്ള ഒരു തെറാപ്പിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇപ്പൊ ഒരു നോർമൽ സ്റ്റേറ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ പലതായിട്ട് കുഞ്ഞു കുട്ടികൾ ഇവരുടെ ഒരു അഗ്രസീവ് നേച്ചറൊക്കെ കാണുമ്പോൾ പാരന്റ്സിന് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടൊക്കെ ഭയങ്കര നിസ്സഹായാവസ്ഥയൊക്കെ ആയിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ പലപ്പോഴും അഡിക്ഷനിലോട്ട് എത്തിയിട്ടാണ് ഇത് അറിയുന്നത് കുട്ടിക്ക് ഫോൺ അഡിക്ഷൻ ആണെന്നുള്ളത്. അപ്പൊ ഈ ബിഹേവിയർ അഡിക്ഷനിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ നോട്ടീസ് ചെയ്യപ്പെടാതെ പോകും. അതൊരു സിവിയർ സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ് പലപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നത് തന്നെ. ഇനി എന്തൊക്കെ പ്രൊഫഷണൽ സപ്പോർട്ട് സഹായങ്ങൾ നമുക്ക് ലഹരിയിൽ നിന്നും വിമുക്തമാക്കാൻ അല്ലെങ്കിൽ അഡിക്ഷനിൽ നിന്നൊക്കെ നമുക്ക്
എടുക്കാം എന്നുള്ളത് നോക്കാം. പ്രൊഫഷണൽ സപ്പോർട്ട് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ സൈക്കാട്രിസ്റ്റിന്റെ ഒരു സപ്പോർട്ട് നമുക്ക് വളരെ അനിവാര്യമാണ്. കാരണം ലഹരി നിർത്തുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന ഈ വിഡ്രോവൽ സിംറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ മാനേജ് ചെയ്യണമെങ്കിൽ മെഡിക്കേഷന്റെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പൊ അവരതിന്റെ സിവിയറിറ്റി അല്ലെങ്കിൽ ഡിപ്പെൻഡൻസി ഒക്കെ ചെക്ക് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള മെഡിസിൻ ഒക്കെ കൊടുത്ത് അവർ ആ ഒരു വിഡ്രോവൽ സിംറ്റംസിന്നൊക്കെ ഒന്ന് റിക്കവറായി കൊണ്ടുവന്നത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ അപ്പൊ എന്ത് ചെയ്യും, അവര് അതിന് കൃത്യമായിട്ടുള്ള തെറാപ്പീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. അതിന് എന്താണ് മോട്ടിവേഷണൽ എൻഹാൻസ്മെന്റ് തെറാപ്പി, അവേർഷൻ തെറാപ്പി, അങ്ങനത്തെയൊക്കെ ഉള്ള തെറാപ്പികൾ കൊടുക്കുകയും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യും. ഒരു റിഹാബ് പ്രോസസ്സിൽ കൂടെ അവിടെ കടന്നു പോകും. ഇതൊരു ഹാബിറ്റ് ആയിട്ട് മാറിയാണല്ലോ. കാരണം കൃത്യമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇവർക്ക് ഒരു ഹാബിറ്റ് ആയിട്ട് മാറും. അപ്പൊ ഈ ഹാബിറ്റിൽ നിന്ന് അവരെ റിക്കവർ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു പ്രൊസീജിയറിലൂടെയൊക്കെ ചെയ്യുന്നത്. ഡി അഡിക്ഷൻ സെന്ററുകൾ പലപ്പോഴും ഇത്തരം പ്രൊസീജിയറുകൾ തന്നെയാണ് അവർ ചെയ്യുന്നത് കൃത്യമായി. പിന്നെ ഡി അഡിക്ഷനിൽ വരുമ്പോൾ എൻവയോൺമെന്റ് ചേഞ്ചസും കൂടി വരികയാണ്. പലപ്പോഴും നമ്മൾ വീട്ടിൽ നിന്ന് അവർ മാറിക്കോളാം എന്ന് പറഞ്ഞാലൊന്നും അവർക്ക് മാറാൻ സാധിക്കില്ല. കാരണം അവരെ വീണ്ടും അതിലേക്ക് തന്നെ കൊണ്ടുപോകുന്ന ഫാക്ടേഴ്സ് അവരുടെ എൻവയോൺമെന്റിൽ ഉള്ളത് കൊണ്ട് അവർക്ക് ഈ ഡി അഡിക്ഷൻ സെന്റർ ഒരു എൻവയോൺമെന്റ് ചേഞ്ച്, ഒരു റുട്ടീൻ, കൃത്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ് പല സെന്ററിലും ഒരു ഇത്തരം ഡേയ്സ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും അവർ അതിൽ നിന്ന് റിക്കവർ ആക്കാനുള്ളത്. പിന്നെ കൗൺസിലർമാരുടെ സപ്പോർട്ട്, അത് കൂടുതലും ഈ അഡിക്ഷൻ ഉള്ള ആളുകൾ സഫർ ചെയ്യുന്നത് പോലെ തന്നെ അവരുടെ ഫാമിലീസും സഫർ ചെയ്യാണ്. കാരണം അവർ പലപ്പോഴും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുന്നു, ഒരു അക്സെപ്റ്റൻസ് കിട്ടാതെ വരുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു സ്ട്രഗിളും പിന്നെ അവരുടെ പേഴ്സണൽ ലൈഫിലൊക്കെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അവർ പലപ്പോഴും സ്ട്രഗിൾ ചെയ്യണം. അപ്പൊ രോഗിയുടെ കുടുംബങ്ങൾക്ക് ഒരു മാനസിക പിന്തുണ കൊടുക്കാനും സപ്പോർട്ടൊക്കെ കൊടുക്കാനും ഒരു ആത്മവിശ്വാസമൊക്കെ കൊടുക്കാനൊക്കെ കൗൺസിലേഴ്സിന്റെ സപ്പോർട്ടും കൊടുക്കാറുണ്ട്. അപ്പൊ മെയിൻലി ഈ ഒരു പാറ്റേൺ ആണ് മെയിൻലി ഫോളോ ചെയ്യാറുള്ളത് ഡി അഡിക്ഷനൊക്കെ. അപ്പോൾ നമ്മളത് ഇപ്പൊ ഞാൻ രാജഗിരിയിൽ പഠിക്കുമ്പോൾ അവിടെ ഇന്റേൺഷിപ്പിന് പോയത് ODIC എന്ന് പറയുന്ന രാജഗിരിയുടെ ഒരു പ്രൊജക്റ്റ് ആണ്. ഔട്ട്റീച്ച് ഡ്രോപ്പ് ഇൻ സെന്റർ എന്നാണ് പറയുന്നത്. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഫെസിലിറ്റീസ് ആണ് കൊടുക്കുന്നത്. അവിടെ കൂടുതലും സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്ന ആ ഒരു ആളുകളെ ഫോക്കസ് ചെയ്തിട്ട് തന്നെയുള്ള ഒരു പ്രൊജക്റ്റ് ആണ്. അപ്പൊ അവിടെ കൂടുതലും നമ്മൾ കൂനമ്മാവ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഒരു ഓഫീസ് ഉണ്ടായിരുന്നത്. അവിടെ സൈക്കാട്രിസ്റ്റ് ഉണ്ടാവും, സോഷ്യൽ വർക്കേഴ്സ് ഉണ്ടാവും, അതിന് വേണ്ട പ്രോപ്പർ സപ്പോർട്ടിങ് സിസ്റ്റം ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. ഒരു കമ്മ്യൂണിറ്റീനെ തന്നെ അവർ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരും. കൂടുതലായിട്ട് അവർ ആ ഒരു യൂത്തിനെ പ്രൊട്ടക്ട് ചെയ്യും, അവരെ പ്രൊമോട്ട് ചെയ്യും, അവരുടെ ഹ്യൂമൻ റൈറ്റ്സിനെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഈ ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകളൊക്കെ വർക്ക് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ റീസെന്റ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു പയ്യൻ, ആ പയ്യൻ ഇപ്പൊ അതിനൊക്കെ റിക്കവർ ആയി. കാരണം അവൻ അതിലോട്ട് വരാനുള്ള ഒരു റീസൺ ആദ്യം ഇമോഷണൽ ഇഷ്യൂസ് ഒക്കെ ആയിരുന്നു പറഞ്ഞത്, ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അതിൽ നിന്ന് ആൾക്ക് റിക്കവർ ആയി വരാൻ വേണ്ടിയിട്ട് ആൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തു, ഇത് നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നിനക്കത് നിനക്കൊന്ന് ഓക്കെ ആവാനൊക്കെ പറ്റും, നീ റിലാക്സ്ഡ് ആവും എന്നൊക്കെ പറഞ്ഞാണ് ആൾ അതിലോട്ട് പോയത്. അതിനുശേഷം പിന്നെ ഒരുപാട് പ്രശ്നങ്ങളായി. പിന്നെ നമ്മളത് സൈക്കാട്രിസ്റ്റിന്റെ അല്ലെങ്കിൽ ഈ റീഹാബിലിറ്റേഷനിലേക്ക് അയച്ചു. അയാൾ കൃത്യമായിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് തെറാപ്പീസ് ഒക്കെ എടുത്ത് ഇപ്പൊ റീസെന്റ് ആൾ മെസ്സേജ് ചെയ്തു, ഞാൻ റെഡി ആയി വരുന്നുണ്ട്, ഞാൻ ഓക്കെ ആണ് എന്ന് ആളുടെ മെസ്സേജ് വന്നിരുന്നു. അപ്പൊ പ്രോപ്പർ ആയിട്ടൊരു ലോങ് ടേം, നമ്മൾ പറഞ്ഞില്ലേ റിലാപ്സ് ഉണ്ടാവും, അപ്പോൾ ഒരു ലോങ് ടേം പീരീഡിൽ ഒരു ട്രീറ്റ്മെന്റ് എടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് തിരിച്ചു പോവാതിരിക്കാനുള്ള രീതിയിൽ അവരെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോവുകയും വേണം ഈ ഒരു അഡിക്ഷൻ എന്ന് പറഞ്ഞ ഇതിൽ നിന്ന്. പിന്നെ നമ്മൾ പറഞ്ഞു ഇപ്പൊ സബ്സ്റ്റൻസ് അഡിക്ഷൻ എന്നൊക്കെ പറയുന്നത്, ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ സ്കൂളുകളിലൊക്കെ ഇതിനു വേണ്ടി മാത്രം പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ അല്ലെങ്കിൽ ഒരു +2 അല്ലെങ്കിൽ +1 +2 10th മിക്കവാറും ഓൾമോസ്റ്റ് കുട്ടികൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ പിയർ പ്രഷർ ഒരു റീസൺ ആണ്. പിന്നെ ചില കുട്ടികൾ ഇത് ക്യൂരിയോസിറ്റി എക്സ്പെരിമെന്റിന്റെ ഒക്കെ പുറത്ത്, കുട്ടികളെന്ന് മാത്രമല്ല കേട്ടോ, മുതിർന്നവരും ഇതിൽ പെടുന്നുണ്ട്. അപ്പൊ ക്യൂരിയോസിറ്റി എക്സ്പെരിമെന്റിന്റെ ഒക്കെ പുറത്തൊക്കെ ചെയ്യാം. പിന്നെ ചിലവർക്ക് ഈ പറഞ്ഞ പോലെ ബ്രേക്കപ്സോ അല്ലെ ഒരു ഇമോഷണൽ ഡിസ്റ്റർബൻസ് അങ്ങനെയുള്ള പലതിനും ഓവർകം ചെയ്യാനായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. ഇതിന്റെ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്താലും ഇതിന്റെ ഒരു യൂസ് വരുമ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ, ആദ്യം നോർമലി ഒരു റെഗുലർ യൂസിലോട്ട് പോകും, പിന്നെ റിസ്കി ആയിട്ടുള്ള യൂസിലോട്ട് പോകും, പിന്നെ ഡിപ്പെൻഡൻസി ആവും, പിന്നെ അതിൽ നിന്നാണ് അഡിക്ഷനിലോട്ടൊക്കെ വരുന്നത് ആളുകൾക്ക്. അപ്പോൾ
അപ്പോൾ ഈ അഡിക്ഷനിലേക്ക് എത്തുന്നതിന് എപ്പോഴും നമ്മൾ എന്താ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ് പറയുന്നത്. പലപ്പോഴും അവയർനെസ് പ്രോഗ്രാംസ് പല പ്രോഗ്രാംസ് ഒക്കെ ഇതിൽ നിന്നും റിക്കവർ ആയാൽ പ്രിവെന്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനെ നമ്മുടെ ഗവൺമെന്റിന് കൺട്രോൾ ചെയ്യാനൊക്കെ ഒരുപാട് സ്റ്റെപ്സ് എടുക്കുന്നുണ്ട്. ഇതിൽ നിന്നും റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ ഒരുപാട് സ്ഥാപനങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് അറിയാം, മൊബൈൽ അഡിക്ഷൻ ആയിക്കോട്ടെ എന്ത് അഡിക്ഷനിലോട്ടാണെങ്കിലും ഒരു അവയർനെസ് നമ്മൾ എല്ലാവരിലും കൊണ്ടുവരാം. പിന്നെ ഈ സപ്പോർട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി സബ്സ്റ്റൻസ് അബ്യൂസ് അഡിക്ഷനൊക്കെ വരുന്ന ആളുകളെയൊക്കെ പൊതുവെ ഞാനൊരു സ്ഥാപനത്തിൽ പോയപ്പോൾ അവര് മെൻഷൻ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാശ് കൊടുത്ത് നശിക്കാനായിട്ട് ഉള്ള ആളുകളാണ്. അപ്പം ഒഴിവാക്കി വരാതെ അവരെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു സോഷ്യൽ സപ്പോർട്ട്, ഇമോഷണൽ സപ്പോർട്ടൊക്കെ കൊണ്ടുവരാണെങ്കിൽ ഒരു പരിധിവരെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാം. നമ്മൾ പറഞ്ഞു റിലാക്സസ് ഉണ്ടാവും, പക്ഷെ ഇത് കൂടുതൽ എണ്ണം കൂടി വരാണ് സൊസൈറ്റിയിൽ. ഇതിന്റെ ഒരു കുട്ടികളിൽ വരെ ഇതിന്റെ ഒരു പിയർ പ്രഷർ കൊണ്ടൊക്കെ അമിതമായിട്ട് ഉപയോഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുട്ടികളിൽ ലൈഫ് സ്കിൽസ് ഒക്കെ പഠിക്കുമ്പോൾ നോ പറയുമ്പോൾ എവിടെ നോ പറയാന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിന്റെ ഇടയിൽ നോ പറയേണ്ടതാണ്. നോ എന്ന് പറയാൻ അവരെ ട്രെയിൻ ചെയ്യിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഈ സെഷനിൽ അഡിക്ഷൻ എന്താണ്, എങ്ങനെ ബ്രെയിനിൽ അത് വർക്ക് ചെയ്യുന്നു, ടൈപ്സ് ഓഫ് അഡിക്ഷൻസ്, പിന്നെ എന്തൊക്കെ മെഡിക്കൽ സപ്പോർട്ട്സ് എടുക്കാം എന്നൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. പല ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എല്ലാം കൺസിഡർ ചെയ്യുക. അപ്പൊ അതിനൊരു സോറി പറയണു. അപ്പൊ എല്ലാവർക്കും ഒരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കാൻ റെഡിയാണ്. താങ്ക് യു. താങ്ക് യു റഷീദ മാം. അപ്പൊ ഈ ഒരു സെഷനിലേക്ക് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിലോ ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിലോ അതിനുള്ള ടൈമാണ്. ഓൾ ആർ വെൽക്കം. ഗുഡ് ഈവനിങ് ആൻഡ് താങ്ക് യു വെരി മച്ച്. നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു കേട്ടോ. ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനെയൊക്കെ ഓവർകം ചെയ്തു. ഇൻഫോ തൊട്ട് ഇങ്ങനെ ഇറ്റ് കെപ്റ്റ് യു ഓൺ ടോസ്. ഐ എം ഷുവർ ഇങ്ങനെ തുടങ്ങാതെ വരുമ്പോൾ നമുക്കൊരു കൺസേൺ ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിൽ നിന്നൊക്കെ യു ആർ ഏബിൾ ടു ഓവർകം ദാറ്റ് ആൻഡ് യു ആർ ഏബിൾ ടു കണ്ടക്ട് ദ സെഷൻ റിയലി വെൽ. അത് ആ ടോപ്പിക് നന്നായിട്ട് കവർ ചെയ്യുകയും ചെയ്തു. അതിന്റെ എന്താണ് അഡിക്ഷൻ, പിന്നെ അതിന്റെ എങ്ങനെയാണ് അതിൽ നിന്ന് റിക്കവർ ആകുന്നതും അതിന്റെ സപ്പോർട്ട് കൊടുക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. സോ വെരി ഗുഡ്. എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉള്ളത്, എൻ്റെ ഒരു ബന്ധു ഉണ്ടായിരുന്നു. പുള്ളിക്കാരന് ആൽക്കഹോൾ അഡിക്ഷൻ ആയിരുന്നു. അതായത് പുള്ളിക്ക് കല്യാണം കഴിച്ച് ആ റിലേഷൻഷിപ്പ് ശരിയായില്ല. അപ്പനുമായിട്ടുള്ള റിലേഷൻ തന്നെ എപ്പോഴും ഇച്ചിരി സ്ട്രെസ്ഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് പുള്ളി കല്യാണം കഴിച്ച് അത് അവരുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി, ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ അതങ്ങനെ പുള്ളിക്ക് വലിയൊരു സങ്കടമായിരുന്നു. അങ്ങനെ പുള്ളി ഹി വെന്റ് ടു ഡ്രിങ്കിങ്ങിൽ കൂടുതൽ പോയി അഡിക്ഷൻ ആയി. പക്ഷെ പുള്ളി ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു. പുള്ളിയോട് പറയുമ്പോൾ പുള്ളി പറയും, ഓ ഇത് എനിക്ക് എപ്പോ വേണേലും നിർത്താം. അതാണ് ഇവർക്കുള്ള ഒരു പ്രശ്നം. ദേ ജസ്റ്റ് ക്ലെയിം ദാറ്റ് എനിക്ക് എപ്പോ വേണേലും ഇത് നിർത്താൻ പറ്റുന്നതാ എന്നുള്ള. ഞങ്ങളൊക്കെ പുള്ളിയോട് സംസാരിച്ചു നോക്കിയിട്ടുണ്ട്, സ്നേഹമായിട്ടും ഒക്കെ സപ്പോർട്ട് കൊടുത്തും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. പുള്ളി എന്നാലും അങ്ങനെ ഇത് ചെയ്യത്തില്ല. എന്നിട്ട് ഞങ്ങളെ വിളിച്ച് രാത്രിയിലൊക്കെ ഇരുന്ന് കുടിക്കും. എന്നിട്ട് പാതിരാത്രിക്കും ലേറ്റ് ആയിട്ടും ഒക്കെ ഫോണിൽ വിളിച്ചിട്ട് പറയാം ഐം ഗോയിങ് ടു സൂയിസൈഡ് നൗ എന്നൊക്കെ പറയും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദൂരെ ഇരുന്ന് നമ്മൾ ഇതിങ്ങനെ കേൾക്കുമ്പോൾ. ഇൻഫാക്ട് ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നപ്പോ അവിടെ വിളിച്ച് പറയുമായിരുന്നു ഐം ഗോയിങ് ടു സൂയിസൈഡ് എന്നൊക്കെ. അങ്ങനെ പല പ്രാവശ്യമൊക്കെ ചെയ്ത് അവസാനം ഹി ഡിഡ് കമ്മിറ്റ് സൂയിസൈഡ് ആൻഡ് വി ഓൾ ഫീൽ ബാഡ് അബൌട്ട് ഇറ്റ്. പുള്ളിയെ കൊണ്ടുപോയിരുന്നു ഡി അഡിക്ഷൻ സെന്ററിൽ 1-2 പ്രാവശ്യമൊക്കെ കൊണ്ടുപോയി. അവിടെ നിന്നൊക്കെ പുള്ളി ചാടിപ്പോയിരുന്നു. കാരണം പുള്ളി സമ്മതിക്കില്ല, സപ്പോർട്ട് പുള്ളിക്ക് വേണ്ട, പുള്ളി അതൊന്നും എടുക്കാൻ ഇഷ്ടമില്ലായിരുന്നു. സോ ഇറ്റ്സ് എ സാഡ് തിങ് ദാറ്റ് ഇറ്റ് ഹാപ്പൻസ് ലൈക്ക് ദാറ്റ് ആൻഡ് പീപ്പിൾ ആർ നോട്ട് aware of the effect that it is causing them and people close to them. So ഞങ്ങളുടെ കേസിൽ അതൊരു വലിയ സങ്കടകരമായ അവസ്ഥയായി ഞങ്ങൾക്കെല്ലാം. ഇൻഫാക്ട് പുള്ളി the way it happened, പുള്ളിയുടെ പേരൻസ് രണ്ടുപേരും മരിച്ചുപോയി. അത് കഴിഞ്ഞിട്ടാണ് പുള്ളി വീട്ടിൽ തന്നെത്താൻ മരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞ് അറിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കി അപ്പോഴത്തെ ആ സങ്കടം. അപ്പൊ അങ്ങനെയൊക്കെ ഇറ്റ്സ് എ വെരി സാഡ് തിങ്. എനിക്കത് പറയുമ്പോൾ തന്നെ വലിയ പ്രയാസം. ബട്ട് എനിവേ ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് വി ഹാവ് ടു ഫേസ്. Once again, thank you so much for the session. Thank you so much, Susan ma'am. Rashida ma'am, good evening. Good evening, ma'am.
എന്തായാലും നന്നായി പ്രസന്റ് ചെയ്തു. കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് വിശദമായിട്ട് പറഞ്ഞു തന്നു. അഡിക്ഷൻ കുറെ രീതിയിലുണ്ട്. ഇപ്പൊ എന്തിനെ കുറിച്ചും അഡിക്ഷൻ ആവുമല്ലോ. ഫുഡ് ആയാലും വേണ്ടില്ല, എന്തിനും വായനയായാലും എന്ത് സാധനത്തിനും നമുക്ക് അഡിക്റ്റഡ് ആവാൻ പറ്റും. അല്ല, അഡിക്റ്റഡ് ആയി പോവും ചില സമയത്ത്. നമ്മൾ തന്നെ ചില സമയത്ത് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു മാർഗം എടുക്കുകയെങ്കിലും ചിലപ്പോൾ നമ്മൾ അതിനകത്തേക്ക് അഡിക്ഷൻ ആയി പോകും. അഡിക്ഷന് ഒരുപാട് വെറൈറ്റി തലങ്ങളുണ്ട്. എന്തായാലും പറഞ്ഞു തന്നതൊക്കെ വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും മനസ്സിലായിട്ടുണ്ട്. അപ്പോ നല്ലൊരു സെഷൻ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഹലോ മാം, റഷീദ മാം നന്നായിട്ട് പ്രസന്റ് ചെയ്തു. ഈ പ്രോബ്ലം എന്തോ ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടായപ്പം ഒരിച്ചിരി ടെൻഷൻ ഉണ്ടായി. അത് മൊത്തത്തിലേ ക്ലാസ്സിനെ ബാധിച്ചു. കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊന്നും വരാൻ പാടില്ലായിരുന്നു. കാരണം ഇത്ര നല്ലൊരു സബ്ജക്ട് എടുക്കുന്ന ഒരാളിന് അങ്ങനെ ഒരു ഇത് വരാൻ പാടില്ല. എങ്കിലും ഇറ്റ്സ് ഓക്കെ, നിങ്ങൾ അത് ഓവർകം ചെയ്തു, നോ പ്രോബ്ലം. നല്ല റിച്ച് കണ്ടന്റ് ഇപ്പൊ ആവശ്യം ഒരുപാട് വേറെ സബ്ജക്ട് ഉണ്ട്. പക്ഷെ ഇതൊക്കെ ആൾക്കാർക്ക് അറിയാൻ വയ്യാത്ത വിഷയങ്ങളാണ്. ഇത് നന്നായിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ജനങ്ങളിൽ പറഞ്ഞു കൊടുക്കേണ്ടത്. പിന്നെ ഈ അഡിക്ഷൻ ആകാനായിട്ട് ഓരോ കാര്യത്തിലും അഡിക്ഷൻ ആകാനായിട്ട് നമുക്കൊരു 14 ദിവസം അല്ലെങ്കിൽ ഒരു 21 ദിവസം ഒരേ സമയത്ത് ഒരു കാര്യം ചെയ്താൽ അഡിക്ഷൻ ആയി പോകും. കാരണം അത് പിന്നെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ആയി പോകും. ഓക്കെ, ഏതായാലും നിങ്ങളൊരു നല്ല ട്രെയിനർ ആകും, സംശയമില്ല. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ, താങ്ക് യു സോ മച്ച്. റഷീദ മാം, നല്ലൊരു സെഷൻ ആയിരുന്നു. ഓ യെസ് മാം. എല്ലാവരും പറഞ്ഞു ഇപ്പൊ അതിന്റെ, അതായത് ആദ്യം കുറച്ച് ടെക്നിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നപ്പോ എന്തായാലും നമ്മളൊന്ന് നെർവസ് ആവും. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം നന്നായി കൈകാര്യം ചെയ്തു. ഇന്ററാക്ഷൻ ഒക്കെ കൊണ്ടുവന്നു. സബ്സ്റ്റൻസ് അഡിക്ഷനെ കുറിച്ചും ബിഹേവിയർ അഡിക്ഷനും അതിന്റെ കാറ്റഗറീസും അതിന് എന്തൊക്കെ പ്രൊഫഷണൽ സപ്പോർട്ട് നമ്മൾ എടുക്കണം എന്നതിനൊക്കെ പറഞ്ഞ് നന്നായി ഒന്ന് വൈൻഡപ്പ് ചെയ്തു. അപ്പൊ ആ ഏറ്റെടുത്ത ദൗത്യം നന്നായിട്ട് തന്നെ ഞങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു. ഇനി ആരെങ്കിലും ഉണ്ടോ ആഡ് ഓൺ ചെയ്യാൻ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? യെസ് മാം. യെസ്. വൈൻഡപ്പ് ചെയ്യാനുള്ള തിരക്ക് ഒരാൾക്ക്. എനിക്ക് ഭയങ്കര തിരക്കാണ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാനായിട്ട്. പൊതുവെ ഇത്തിരി തിരക്ക് ഇടുന്ന ഒരാളാണ് എല്ലാ കാര്യത്തിനും. ഇത്തിരി ഒരു ലേശം തിരക്കാണ് അല്ലേ റഷീദ? സംസാരമാണെങ്കിലും ലേശം ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യാനില്ലാത്ത ഒരാളാണ്. ലേറ്റ് ആയിട്ടേ വരുള്ളൂ. പക്ഷെ ലേറ്റ് ആയിട്ട് സംസാരം വരുള്ളൂ, ലേറ്റ് ആയിട്ട് ആളും വരത്തുള്ളൂ. പക്ഷെ പിന്നെ ഭയങ്കര ഫാസ്റ്റാ. അതെ അതെ, വന്നു കഴിഞ്ഞാൽ പിന്നെ ഫയറാണ് ഫയർ. അപ്പോ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഒരുപാട് ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ആ ഒരു സെഷൻ മനോഹരമായി എടുക്കുകയും അതുപോലെ തന്നെ ഇത്രയും അധികം പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായപ്പോഴും നമ്മുടെ കൂടെ ഇത്രയും നേരം ക്ഷമയോടെ ഇവിടെ ഇരുന്ന ഓരോരുത്തരോടും സ്പെഷ്യലായിട്ട് ഞാൻ നന്ദി പറയുന്നു. കാരണം ഇറ്റ് ഇസ് നോട്ട് വെരി ഈസി അല്ലെ? നമ്മൾ നമ്മുടെ വാല്യുബിൾ ടൈം ഒക്കെ എടുത്ത് ഇവിടെ വന്നിരിക്കുമ്പോൾ ഇപ്പൊ എടുക്കുന്നവരുടെ ഡിഫിക്കൽട്ടി എന്തോ ആയിക്കോട്ടെ, നമ്മൾ നമ്മുടെ വാല്യുബിൾ സമയം കൊണ്ടുവന്ന് ഇവിടെ ചെലവഴിക്കുന്നു, ഒന്നും കേൾക്കുന്നില്ല, ഒരു ക്ലാരിറ്റി ഇല്ല. എന്നാലും അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക, ക്ഷമയോടെ അവർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയും അവർ ചെയ്യാൻ വേണ്ടി അവരെ എൻകറേജ് ചെയ്യാനും ഒന്നും മറക്കാതിരുന്ന് ഓരോരുത്തരോടും പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ റഷീദ മാമിനോട് ഈ ഒരു വിഷയം ശരിക്കും അനിൽ സാറ് പറഞ്ഞ പോലെ ഭയങ്കര ഒരുപാട് ആളുകൾക്ക് മെഡിക്ഷൻ എന്നുള്ള ആ ഒരു വാക്ക് അറിയുമെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ അതിൽ ഉൾക്കൊണ്ട് പറയുമ്പോൾ അതിലൊരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് അല്ലേ? ഒരു സിമ്പിൾ വാചകത്തിൽ പറയുകയാണെങ്കിൽ അധികമായാൽ അമൃതം വിഷം എന്നുള്ളത് തന്നെയാണ് എഡിക്ഷന് പറയാനുള്ളത്. അതിപ്പം നല്ല കാര്യത്തിനെന്നില്ല, ചീത്ത കാര്യത്തിനില്ല. എന്തൊരു സാധനം അല്ലെ, എന്തൊരു സാധനം അളവിൽ കൂടുതലാവുകയും നമ്മുടെ കൺട്രോളിൽ നിന്ന് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് നല്ലത് ചീത്തത് എന്നൊന്നുമില്ല, അതെല്ലാം എഡിക്ഷൻ തന്നെയായി. പിന്നെ അതിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ടേക്കിംഗ് സച്ച് എ വണ്ടർഫുൾ സെഷൻ. താങ്ക് യു എവ്രി വൺ ഫോർ ജോയിനിങ്. നമ്മൾ മറ്റൊരു ട്രെയിനറുമായി ഇതുപോലെ തന്നെ നമ്മൾ മൺഡേ ഇനി കണ്ടുമുട്ടുന്നതായിരിക്കും. അന്നും ഇതുപോലെ തന്നെ വരിക, സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ട്രെയിനേഴ്സിനെ. ഓക്കെ, താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു ആൻഡ് ഗുഡ് ഓക്കെ, നൈറ്റ് അർച്ചന ഓൾ. മാം പറഞ്ഞ കറക്റ്റ് ആണ്. ഞാനൊരു ട്രെയിനറാണ്, ഫൈസൽ സാറിന്റെ ഫ്രണ്ടാണ് ഞാൻ. അപ്പം എനിക്ക് ഞാൻ ഈ പറഞ്ഞ പ്രോബ്ലം ഉണ്ടായിട്ടും
ഇത് മുഴുവൻ കേൾക്കുക എന്നുള്ളത് തന്നെ തീരുമാനിച്ചു. കാരണം ഒരു ട്രെയിനറെ സപ്പോർട്ട് ചെയ്യേണ്ട നമ്മുടെ ഒരു കടമയാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ ഓക്കെ. എനിക്കാണ് 8 മണിക്ക് വേറൊരു ക്ലാസ്സിൽ കയറേണ്ടത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ബൈ ബൈ. ഓക്കെ, Good night. ബൈ Good എവ്രിവൺ. night. ഗുഡ് നൈറ്റ്. Bye. 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 Good night.